ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഒന്നാന്തരം ഒരു പോർക്ക് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കണ്ടോ, അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി ഒരു 10 മിനിറ്റ് കുറച്ച് വിനാഗിരി ഒഴിച്ച് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് എടുത്തതാണ്, അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോകാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പോർക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ അതിൻ്റെ സ്മെല്ലൊന്നും വരത്തില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ആ മീറ്റ് കിട്ടും. പോർക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഉപ്പിടാം. ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മിക്സിയിലിട്ട് നരച്ചെടുത്താലും മതി. പിന്നെ എരിവിനായിട്ട് ഒരു 2 പച്ചമുളക്, ഒരു സവാള ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 1/2 മുറി നാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ നമ്മുടെ പോർക്കിലേക്കൊന്ന് പിടിക്കണം. പോർക്കും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൈകൊണ്ട് നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് കുറഞ്ഞതൊരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. പോർക്ക് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം കുക്കറിൽ 3 വിസിൽ കൂടുതൽ വേവിക്കേണ്ട, 3 വിസിൽ വേവിച്ചെടുത്തതാണ്. ഇനി ഇത് നമുക്കൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ വരട്ടിയത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കാരണം പോർക്കിൽ അതിനകത്തുനിന്ന് തന്നെ ഈ നെയ്യ് ഇറങ്ങുന്നത് കൊണ്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തോ അരച്ചെടുത്തതോ ഏതായാലും മതി. ഏകദേശം ഇത്രയും 1 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച മണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ കൊത്തിയിട്ട് കൊടുക്കാം. ഇനി അതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വന്നാൽ മതി. അത് മുറിക്കൊന്നും വേണ്ട, മുഴുവനോടെ തന്നെ ഇടാം. ഒരുപാടൊന്നും വേണ്ട, ഒരു പിടി ചെറിയ ഉള്ളി അത്രയും മതിയാവും. ആ ഉള്ളി അങ്ങനെ കിടക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ജസ്റ്റ് ഒന്ന് വഴണ്ട് വരട്ടെ അത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാവും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, കളറൊക്കെ മാറി വരുന്നത് കണ്ടോ. അങ്ങനെ നമ്മുടെ പോർക്ക് വരട്ടിയത് തയ്യാറായിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് നമ്മൾ ചൂടാക്കും തോറും അതിനകത്തുനിന്ന് ആ നെയ്യ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒട്ടങ്ങ് നമ്മൾ എന്താ പറയുക, ഇളക്കി അങ്ങ് വീണ്ടും നെയ്യ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ അതിനകത്ത് എടുത്തങ്ങ് മാറ്റിയാൽ മതിയാവും. കണ്ടോ, ആ കളർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല വരട്ടിയ പോർക്ക്.